ഈ സംഘികളും സംഘി ചാനലുകളും ഒന്നും വലുതായി മിണ്ടാത്ത, ചർച്ച വെക്കാത്ത, അന്തിച്ചർച്ച ഒന്നും ചെയ്യാത്ത പല വിഷയങ്ങളുമുണ്ട്. അങ്ങ് ബംഗ്ലാദേശിൽ ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട സഹോദരനെ കൊന്നു. ക്രൂരമാണ്, ഒട്ടും ചെയ്തുകൂടാത്തതാണ്. പക്ഷേ അവിടെ കലാപഭൂമിയാണിപ്പോൾ. അവിടെ അദ്ദേഹത്തെ മാത്രമല്ല, ഒരുപാട് മുസ്ലിം ആക്ടിവിസ്റ്റുകളെയും കൊല്ലുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. ഇന്നും ഈ പറയുന്ന ഷേഖ് ഹസീനയ്ക്കെതിരെ സമരം നടത്തിയ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു തലവനായ ചെറുപ്പക്കാരൻ, അയാൾ മുസ്ലിമാണ്, അയാളെയും കൊന്നിട്ടുണ്ട്. ലോലെസ്നെസ് അഥവാ നിയമവാഴ്ച തകർന്നു പോയാൽ കലാപഭൂമികളിൽ നടക്കുന്ന കാര്യമാണത്. എന്നാൽ നിയമവാഴ്ച എല്ലാ അർത്ഥത്തിലും നിലനിൽക്കുന്ന, വളരെ ശക്തവും ബലിഷ്ഠവുമായ ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്തിനകത്തെ കേരളത്തിൽ ഒരു മനുഷ്യനെ അതിക്രൂരമായി അടിച്ചടിച്ച് കൊന്നിട്ട് രാവിലെ അദാനി മുതലാളിയുടെ, നമ്മുടെ മഞ്ജുഷ് ഗോപാലിൻ്റെ ചാനൽ എന്തെല്ലാം വിഷയങ്ങൾ ആവേശപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു നല്ല വിദ്വേഷി എന്നറിയപ്പെടാത്ത രീതിയിൽ ഒളിഞ്ഞിരുന്ന് പണിപറ്റിക്കുന്ന ആ ചാനലിലെ ചില വാർത്തകൾ കണ്ട് എനിക്ക് വലിയ കൗതുകം തോന്നി. അതിൽ ഒരു വാർത്ത ഇതാണ്: പെറ്റുപെരുകുന്ന ജനത കോണ്ടം തേടി പാകിസ്ഥാൻ. പാകിസ്ഥാനിലെങ്ങും ഉറയില്ലെന്ന് രാവിലത്തെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ആളുകൾ പെറ്റുപെരുകുന്നതോർത്ത് ഉറയില്ലാതെ വലഞ്ഞ് കുറേ പേർ നമ്മുടെ മഞ്ജുഷ് ഗോപാലിനെ, സംഘത്തെയും അദാനി അംബാനി മുതലാളിയെയും ഒക്കെ വിളിച്ചിട്ട് ഉറ തരുമോ എന്ന് ചോദിച്ച് കരയുന്നു. എയർപോർട്ടിലും അതിർത്തിയിലുമൊക്കെ നിന്ന് ഉറതായോ എന്ന് പറഞ്ഞ് കരയുന്നു. വലിയൊരു വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന വാർത്ത. പിന്നെയും ഉണ്ട് വാർത്തകൾ. അടുത്ത വാർത്ത എന്താണെന്നറിയുമോ? കിഫ്ബി മസാല ബോണ്ട് കേസിലെ സംഭവം. പിന്നെ ക്രൂരത കണ്ടുകൊണ്ട് പോലീസുകാരും അവിടെ നിന്നു, അവരും കുറ്റക്കാരാണ്. ഏതാണ്? ഒരു വനിതയെ മുഖത്തടിച്ച കേസ്. പിന്നെ അടുത്ത കേസ്, മലയാളി താരം ആരോൺ ജോർജും ജിഹാനും തകർത്തു. അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യ കപ്പ് ഫൈനലിൽ കയറി. അടുത്ത വലിയൊരു വാർത്ത, ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയാകുന്നു. മാ വന്ദയുടെ ചിത്രീകരണം തുടങ്ങി. ഇതൊക്കെയാണ് അതിലെ പ്രധാനമായ ചർച്ചകൾ. എന്നാൽ ഈ പറഞ്ഞ ഒരു ആളിനെ ബംഗ്ലാദേശിയാണോടാ എന്ന് ചോദിച്ച് അടിച്ചടിച്ച് ക്രൂരമായി കൊന്നത് മഞ്ജുഷ് ഗോപാൽ അറിഞ്ഞതേയില്ല. ചാനൽ ചർച്ചയില്ല, ഒരു ബഹളവുമില്ല. കൊന്നവൻ സംഘിയാണ്, RSSകാരനാണ് എന്നുള്ളത് മിണ്ടുന്നതേയില്ല. അതെങ്ങും ഒരു ചർച്ചാ വിഷയമേ അല്ല. അതെല്ലാം മുണുങ്ങി, ചർച്ചയ്ക്കൊരു ചൂടില്ല. അതേസമയം തോളിലിരുന്ന് ഉന്തിരിക്കാൻ സൂക്ഷിച്ചോ, അവലും മലരും സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ കേസെടുക്കും, വലിയ ബഹളം വെക്കും, ചാനലുകൾ കിടുങ്ങും, കോടതി മുറികൾ നടുങ്ങും. നമ്മുടെ ജയശങ്കറൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഈ രാജ്യത്ത് നടക്കും, ഈ രാജ്യത്ത് നടന്നു വരുന്ന ജിഹാദികളും അടുപ്പുകൂട്ടി ചർച്ചക്കാരും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ ഈ അടിച്ചു കൊന്ന വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല. എന്ന് മാത്രമല്ല, ഈ അടിച്ചു കൊന്നിരിക്കുന്ന പാവപ്പെട്ടവൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ബംഗ്ലാദേശിയാണെങ്കിൽ അങ്ങനെ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും കുറച്ച് ആളുകൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒരു ഡോക്ടറുടെ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ഡോക്ടറുടെ കുറിപ്പ്. ഹൃദയ് ശങ്കർ എന്ന് പറയുന്ന പോലീസ് സർജൻ. ഒന്ന് വായിക്കാം. പ്രിയരെ, നിങ്ങളുമായി സംവദിച്ചിട്ട് ഒത്തിരി നാളായി. ഇന്നെൻ്റെ മനസ്സിനെ അത്യന്തം വേദനിപ്പിച്ച ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ അനുഭവത്തെക്കുറിച്ച് ഒരു ഡോക്ടറായും ഒരു മനുഷ്യനായും പൊതുസമൂഹത്തോട് ചിലത് പറയണം എന്ന് തോന്നി. ജോലി തേടി നമ്മുടെ നാട്ടിലെത്തിയ ഒരു അതിഥി തൊഴിലാളിയെ കൂട്ടമായി നാം തല്ലിക്കൊന്നു. സ്വയം പ്രബുദ്ധർ എന്നുറക്കെ അവകാശപ്പെടുന്ന കേരളീയർ മലയാളികൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നത് നമ്മളെ കൂടുതൽ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ മുന്നിൽ കേരള സമൂഹം തലതാഴ്ത്തണം. ചണ്ഡീഗഡിൽ നിന്നും പുതിയതായി ജോലിക്കെത്തിയ ആ മനുഷ്യൻ ഗൃഹാതുരത്വം കൊണ്ടും ജീവിത സമ്മർദ്ദങ്ങൾ കൊണ്ടും മാനസികമായി തളർന്നുപോയ ഒരു സാധുവായിരുന്നു. അവനെ നാം തെരുവിൽ വീണു മരിക്കാൻ വിധിച്ചു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരത്തിൽ അടിയേറ്റ് കേടുപാടില്ലാത്ത ഒരിടം പോലും കണ്ടില്ല. ആ മനുഷ്യൻ്റെ ശരീരത്ത് അടിയേറ്റ് തകരാത്ത ഒരിടം പോലും കണ്ടില്ല. പിന്നാമ്പുറത്തും നെഞ്ചിലും കൈകാലുകളിലും തലച്ചോറിലും എല്ലായിടത്തും ക്രൂരതയുടെ അടയാളങ്ങൾ. ഇത് ഈ രാംനാരായൺ എന്ന് പറയുന്ന മനുഷ്യനെ തെറ്റിദ്ധരിച്ചടിച്ചു പോയതാ. അടിച്ചതൊരു ബംഗ്ലാദേശിയായ മുസ്ലിമിനെയാണ് അടിച്ചത്. അങ്ങനെ കരുതി അടിച്ചതാണ് ഈ നരാധമന്മാർ, ഈ പരമതെണ്ടികൾ, ഈ ഭീകരന്മാർ, ഈ വൃത്തികെട്ടവന്മാർ. ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും ഇനി അടികൊള്ളാത്തതില്ലത്രേ. അതൊരു നിമിഷത്തെ കോപമല്ല, കൂട്ടമനസ്സിൻ്റെ അന്ധതയും മനുഷ്യത്തിൻ്റെ പൂർണ്ണ അഭാവവുമായിരുന്നു. കൂട്ടമർദ്ദനം നടത്തിയവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒരാൾ പോലും കൈ ഉയർത്താതിരുന്നെങ്കിൽ
ഇന്നൊരു മനുഷ്യൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അയാളുടെ കുടുംബത്തോട് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു. സഹജീവിയെ തല്ലിക്കൊന്ന മനുഷ്യൻ മൃഗത്തെക്കാൾ ഭീകരനാണ്. ഇത്തരം ക്രൂരതയെ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ നമ്മളാരും പാടില്ല. അത്തരക്കാരെ നിയമത്തിന് വിട്ടുകൊടുക്കുക. സംരക്ഷിക്കരുത്, ന്യായീകരിക്കരുത്, മൗനം പാലിക്കരുത്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഓരോ മലയാളിയും ഉണരണം. മനുഷ്യജീവിതത്തിൻ്റെ വില നമുക്ക് വാക്കുകളിലല്ല, നമ്മുടെ പ്രവൃത്തിയിലാണ് തെളിയിക്കേണ്ടത്. ഹിതേഷ് എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ 2 ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. 1, ആ ശരീരത്തിന് തകരാത്ത ഒരു ഭാഗങ്ങളുമില്ല. 2, ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു വികാരം കൊണ്ട് ചെയ്തതല്ല. എന്ന് വെച്ചാൽ കരുതി കൂട്ടി അവൻ ബംഗ്ലാദേശിയാണ്, അവനിവിടെ വന്നവനാണ്, നീ ബംഗ്ലാദേശി അല്ലേടാന്ന് ചോദിച്ചാണ് ഞാൻ ഇടിക്കുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ കാട്ടുരാജ്യക്കാരുടെ അറേബ്യയിൽ കൊടുത്തായിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ പരമതെണ്ടികളെ ഇതുപോലെ കഴുത്തറുത്ത് ജനങ്ങളുടെ മുന്നിലിട്ടേനെ. ഇപ്പോൾ അവനൊക്കെ രക്ഷപ്പെടും, കുറേ നാൾ നിന്ന് തീറ്റ തിന്നും. ഇനി പറ്റുമെങ്കിൽ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒത്തുതീർപ്പോ കോംപ്രമൈസോ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ചുക്കും നടക്കില്ല. ആരാണ് ഛത്തീസ്ഗഡുകാരന് വേണ്ടി വാദിക്കാൻ വരിക? ഭരണപക്ഷക്കാരൻ വരുമോ? പ്രതിപക്ഷക്കാരൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതിനപ്പുറത്ത് അവൻ്റെ കൂടെ ആരെങ്കിലും നിൽക്കുമോ? ഒരുത്തനും ഉണ്ടാവില്ല. ഇതിനാടാ പറയുന്നത് പരലോകം വേണമെന്ന്, ദൈവം വേണമെന്ന്. എവൻ്റെയൊക്കെ ഉള്ളിലൂടെ പച്ചീർക്കിൽ കയറ്റി പച്ച കമ്പി ചുട്ടുപഴിപ്പിച്ചത് കയറ്റി ഇറക്കുന്ന ഒരു പരലോകം അതുണ്ടാകണം. അതുണ്ടാകുമെന്ന ബോധ്യം കൂടിയാണ് ഈ ഭൂമിയിൽ ഇതൊക്കെ കണ്ട് ക്ഷമയോടെ ജീവിക്കാൻ നമുക്ക് ധൈര്യം തരുന്നത്. നമ്മൾ ചിലപ്പോൾ കൊലയാളികളായി മാറാത്തത്. അതാണ് സത്യം.